ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ചെയ്യാനായി 6:30 തന്നെ എത്തിയിട്ടുണ്ട്. പാർലമെന്റിൽ പോകേണ്ടതുണ്ട്. ആദ്യം തന്നെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് കേന്ദ്രമന്ത്രി ഉള്ളത്. കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ഒപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യ വോട്ടല്ല, ഞങ്ങളുടെ വീട്ടില് പ്രഥമ സ്ഥാനീയയാണ്, അമ്മായിയമ്മയാണ്. സംവിധാനം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ, എല്ലാം ഒന്നാവട്ടെ. അതിനുവേണ്ടിയും കൂടെയൊക്കെയല്ലേ ഇന്ന് ചർച്ച നടക്കുന്നത്. ഇത്തവണ തിരുവനന്തപുരം BJP വലിയ പ്രതീക്ഷ കാണുന്ന പ്രതീക്ഷയല്ല, ഇത്തവണ കിട്ടും. എടുക്കും. തൃശ്ശൂർ എടുത്തതുപോലെ എടുക്കാണോ? ഓക്കെ. കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. തൃശൂർ എടുത്തതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP എടുക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. സിജോ വിജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കേന്ദ്രമന്ത്രി 6:30 തന്നെ വോട്ട് ചെയ്യാനായി നേരത്തെ അരമണിക്കൂർ മുമ്പ് തന്നെ എത്തി ക്യൂവിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇത് ഏത് പോളിംഗ് സ്റ്റേഷനാണ് സിജോ? സുജോയിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. സൂചിപ്പിച്ചതുപോലെ മുന്നണികളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. നമുക്കറിയാം 7 ജില്ലകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ, അതിൽ തന്നെ 3 കോർപ്പറേഷനുകൾ, തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം കോർപ്പറേഷനുകളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പ്രശ്നബാധിത ബൂത്തുകൾ ഉൾപ്പെടെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. 6 മണിക്ക് തന്നെ മോക്ക് ഡ്രില്ല് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പറയത്തക്ക പ്രശ്നങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതുപോലെ രാവിലെ തന്നെ നേരത്തെ തന്നെ ആളുകൾ വന്ന് നിൽക്കുന്ന കാഴ്ചകൾ പല പോളിംഗ് സ്റ്റേഷനുകളിലും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ 6:30 മാത്രമേ ആയിട്ടുള്ളൂ. വരും സമയങ്ങളിൽ അത്തരത്തിലുള്ള കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് കടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതായിരിക്കും. എല്ലായിടത്തും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്ന് ജില്ലാ കളക്ടർമാർ നേരത്തെ തന്നെ അറിയിച്ചതുമാണ്. ഇനിയിപ്പോൾ കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നതായിരിക്കും.